ISL തങ്ങളുടെ ആദ്യ വിജയം കരസ്ഥമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി നേരിടുവാനായിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ആശ്വാസം ലഭിച്ച ഒരു വിജയമായിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ ബംഗളൂരു FC-ക്കെതിരെ അവരുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ശ്രീകണ്ഠേരിയിൽ വെച്ചുള്ള 2-1 എന്ന് പറയുന്ന ആ ഒരു സ്കോർ നിലയിലുള്ള ആ ഒരു വിജയം. അത് ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വളരെ വലിയൊരു പോസിറ്റീവ് വ്യൂ തന്നെ നൽകുന്നതാണ്. പോരാത്തതിന് ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ ആസ് എ മാനേജർ, കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജറായിട്ടുള്ള ആദ്യ വിജയമാണ്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഡെബ്യൂട്ടൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കരീം ബെനാരിഫ്, അതോടൊപ്പം തന്നെ അവാലോ തുടങ്ങിയ താരങ്ങളുടെയും ഫസ്റ്റ് മാച്ച് തന്നെയായിരുന്നു. ആ ഫസ്റ്റ് മാച്ചിൽ തന്നെ അവർ തങ്ങളുടെ പ്രകടനം എത്രമാത്രം മികച്ചതാണെന്ന് അവരൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. അവാലയായിരുന്നു വിന്നിംഗ് ഗോൾ കഴിഞ്ഞ മാച്ചിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിലവിലുള്ളത്. ഇനി റെലിഗേഷനിൽ നിന്ന് മുക്തി നേടുകയാണ് അല്ലെങ്കിൽ സർവൈവൽ സീസൺ ആണെന്നൊക്കെ തന്നെ നേരത്തെ തന്നെ നമ്മൾ ആരാധകർക്കൊക്കെ തന്നെ ബോധ്യപ്പെട്ട സ്ഥിതിക്ക്, അതായത് ഒരു ട്രോഫി ഫൈറ്റിംഗ് അല്ല ഈ ഒരു സീസണിൻ്റെ ലക്ഷ്യമെന്ന് കൃത്യമായും വ്യക്തമായിട്ടും ഉറപ്പായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നടന്ന സംഭവ വികലാസങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ നേടുവാനായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ആണ്. ബുധനാഴ്ച ആയിരിക്കും ഈ ഒരു മത്സരം നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വിജയിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നമുക്കറിയാം, റെലിഗേഷൻ സോണിൽ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും നിൽക്കുന്നത്. 4 പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. 8 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി നേരിടുവാനായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ അത്യാവശ്യം ഭേദമില്ലാത്തൊരു നിലയിൽ നിൽക്കുന്ന ഒരു ടീമാണ്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താഴെയുള്ള മുഹമ്മദൻ സെസി അവർ ഇപ്പോൾ കളിച്ചിട്ടുണ്ടായ അവസാന കളിയും അവർ ഇന്റർ കാശിയോട് 1-0 പരാജയപ്പെട്ടൊരു സാഹചര്യമാണ്. അങ്ങനെ നോക്കുമ്പോഴേ അവരുടെ 7 മത്സരങ്ങളിൽ 7 പരാജയപ്പെട്ടാണ് മുഹമ്മദൻസ് നിൽക്കുന്നത്. എങ്കിൽ പോലും അവർക്ക് സ്റ്റിൽ ഒരു 6 മത്സരങ്ങൾ ഇനിയും ബാക്കിയായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി 5 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മത്സരം കുറവാണ് മുഹമ്മദൻസ് FC കളിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മുഹമ്മദൻസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ച് റെലിഗേഷനിൽ നിന്ന് പൂർണ്ണ മുക്തി നേടേണ്ടത് അനിവാര്യമാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും വരുവാനായിട്ട് പോകുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ക്ക് എതിരായിട്ടുള്ള മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന പരിശീലകനും അറിയാം, ബ്ലാസ്റ്റേഴ്സ് ടീമിലെ എല്ലാ താരങ്ങൾക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യം ബ്ലാസ്റ്റേഴ്സിന് കാണിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു ആധിപത്യം വരുവാനായിട്ട് പോകുന്ന മത്സരത്തിലും കാണിക്കുകയാണെങ്കിൽ സുഖമായി തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായും തന്നെ സർവൈവൽ സീസണാണ്, ആദ്യത്തെ വിജയമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലൊക്കെ തന്നെയാണ് ആരാധകരുള്ളത്. എങ്കിൽ പോലും കോച്ച് ഡേവിഡ് കെറ്റാല പുറത്തേക്ക് വിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഫാക്റ്റുകളൊക്കെ തന്നെ ഇപ്പോഴും ആരാധകർക്കിടയിൽ ചോദ്യചിഹ്നമാണ്. സോ അതിനെ തുടർന്നുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് ആരാധകർക്കിടയിൽ. ഉറപ്പായും തന്നെ വരുവാനായിട്ട് പോകുന്ന മത്സരം വിജയിക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ആസ് എ ടീം സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.